ഗായ്സ് അങ്ങനെ നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ട് അപ്പോൾ ഇനി ഫ്രഷപ്പ് ഒക്കെ ഇനി നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുക്കാണ്. അത് നമ്മൾ 3 ഡെസ്റ്റിനേഷൻ ഇന്ന് കവർ ചെയ്യാൻ വിചാരിച്ചിരുന്നു. ബട്ട് നമുക്ക് ബന്നാർഘട്ട മാത്രമേ ഫുൾ കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇവിടുന്ന് മജസ്റ്റിക്കിൽ നിന്ന് ബന്നാർഘട്ടിലേക്ക് 1.5 മണിക്കൂർ യാത്ര നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ നമ്മൾ അവിടെ തുറക്കുന്നതിന് മുന്നേ അത് 9:30 അവിടെ ഓപ്പൺ ചെയ്യും. 9 to 5 മണി വരെയുള്ള ബന്നാർഘട്ട ഉള്ളത്. നമ്മൾ 8:30 ആകുമ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം സ്ഥലങ്ങളൊക്കെ നമ്മൾ സൂ സഫാരി ചെയ്തു, അതുപോലെ തന്നെ സൂ പാർക്ക് പോയി കണ്ടു, പിന്നെ ബട്ടർഫ്ലൈ പാർക്ക് കണ്ടു. അങ്ങനെ എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് 4:30 നമ്മൾ അവിടെ നിന്ന് തിരിക്കുന്നത്. പിന്നെ അവിടുന്ന് ബന്നാർഘട്ടയിൽ നിന്ന് മജസ്റ്റിക്ക് ബസ് കയറിയ ശേഷം ബ്ലോക്കൊക്കെ പെട്ടതിന് ശേഷം 5:30 ഇവിടെ എത്തുന്നത്. പിന്നെ ഫുഡ് കഴിച്ച് നേരെ ഇവിടെ എത്തുന്നത് 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ പോകുന്ന ഇടയിലാണ് നമുക്ക് പ്രതീക്ഷിക്കാതെ 2 മലയാളികളെ, അത് നമ്മൾ സബ്സ്ക്രൈബറെ കാണാൻ പറ്റിയത്. ഇതാ 2 മലയാളി സുഹൃത്തുക്കളാണ്. എവിടെയും മലയാളികൾ എവിടെ ഇല്ലാതെ ഒരു സ്ഥലവും ഉണ്ടാവില്ല. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പോയി. ഹലോ, എൻ്റെ പേര് അഭിജിത്ത്, കണ്ണൂരാണ്. ഇവിടെ വർക്കിന് വേണ്ടി വന്നതാണ്. സോ അങ്ങനെയാണ് മീറ്റ് ചെയ്തത്. പുള്ളിയുടെ വ്ളോഗ് എടുക്കുന്ന കണ്ടു. ഇറ്റ് വാസ് വെരി നൈസ്. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ആൾ അതിൽ കോഴിക്കോടാണ് സ്ഥലം. ഇവിടെ ഇതുപോലെ വർക്കിന് വേണ്ടി വന്നാണ്. ഗുജറാത്തിൽ നിന്ന് വരുന്ന വഴി ഇവിടെ എത്തി. പിന്നെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകണം. അങ്ങനെയാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നാട്ടിലേക്ക് പോകുന്നത്? ബൈ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഇവരുടെയൊക്കെ ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ അപ്പോൾ നാട്ടിലേക്ക് തിരിക്കാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മളും തയ്യാറെടുപ്പ് തന്നെയാണ്. പക്ഷെ നമുക്ക് പോകാനുള്ള വണ്ടി കഴിയിട്ടില്ല. അപ്പോൾ എനിവേ നൈസ് ടു മീറ്റ് യു. ഓക്കെ, സീസൺ. അപ്പോൾ വീഡിയോ കാണാം. 3 ദിവസം കൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ ഡോ, പാർട്ട് വൈസ് ഒക്കെ ഉണ്ടോ? അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഗായ്സ് നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ പോകട്ടോ. ഇനി നമ്മൾ നേരെ ക്യാബ് ബുക്ക് ചെയ്ത് നമ്മൾ ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ട്രെയിനിങ് ഇപ്പോൾ അവിടെ പോയാൽ നമുക്ക് ബുക്ക് ചെയ്ത് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അവിടെ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോകണം. എസന്നൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുന്നത്. എസൻപൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ. അപ്പോൾ അവിടേക്ക് ഇനി പോകണം. നമുക്ക് ഇനി ഇവിടുന്ന് മെജസ്റ്റിക്കാണ് ബസ് സ്റ്റാൻഡിലേക്ക്, അതായത് ഇവിടുന്ന് 200 മീറ്റർ അകലെയുള്ള ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടുന്ന് നേരെ ക്യാബ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ എസൻപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അവിടുന്നാണ് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ബാക്കി ഇനി ക്യാബ് ബുക്ക് ചെയ്തിട്ടും പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ തിരികണം കേട്ടോ. അപ്പോൾ കാഴ്ച നമ്മൾ നാട്ടിലേക്ക് പോകാനായിട്ട് ഒരു ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ലോക്കൽ ബസ്സിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണെന്ന് അറിയില്ല, നമ്മൾ കൂടെ ഉള്ളവർക്ക് അറിയുള്ളൂ. അപ്പോൾ അവരിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രെയിന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ സമയം ഓൾറെഡി 8 മണി കഴിഞ്ഞു. നമ്മളെ ട്രെയിൻ ഓൾറെഡി മിസ്സായിപ്പോയി. അതുകൊണ്ട് നമുക്ക് വേറെ ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ ലോക്കൽ ട്രെയിനാണ്. ലോക്കൽ ട്രെയിൻ നമുക്ക് ഈ രാത്രി സമയത്തൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബസ് കയറിയിട്ടുണ്ട്, ബസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ കൂടുതലുള്ളവരോട് നമ്മളെ ടീമിനുള്ളപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഗ്രൂപ്പിലുള്ളവരൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നുള്ള ഇന്നത്തെ നമ്മളോട് യാത്രയും നമ്മളവിടെ സന്തോഷങ്ങളും എല്ലാതും ആസ്വദിച്ച് നമ്മൾ നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാശ് നമ്മൾ ആദ്യം പോയ ആ ബസ്സിൽ നമ്മൾ നേരെ പോകാൻ കിട്ടുമെന്ന് വെച്ചാൽ നേരെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം 18 മിനിറ്റ് റണ്ണിങ് ഉള്ളൂ. എന്ന് വെച്ചാൽ 6 കിലോമീറ്റർ ഡെസ്റ്റിനേഷനുള്ള സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ പോയത്. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ പോയ കാര്യം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ബസ്, അതായത് ബാംഗ്ലൂരിൽ നിന്ന് കാലിക്കറ്റിലേക്ക്, അതായത് കേരളത്തേക്കുള്ളൊരു ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ബട്ട് നമ്മൾ ഇവിടെ ആദ്യം വന്ന അന്വേഷിച്ച ട്രാവൽസ് എന്ന് വെച്ചാൽ കാലിക്കറ്റിലേക്കാണ് ബസ്. അതുകൊണ്ട് നമുക്ക് പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ബസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒക്കെ ബസ്സൊക്കെ ഫുള്ളാണ്, അതോടെ കിട്ടിയില്ല. പിന്നെ നമ്മൾ ആദ്യം പോയ ബസ് ട്രാവൽസിനെ തിരിച്ചെത്തിയപ്പോൾ നമ്മൾ എന്നിട്ട് അവിടുന്ന്, അതായത് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ നേരെ ക്യാബ് വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ക്യാബിൻ്റെ ഡ്രൈവർ അടിപൊളി ഡ്രൈവറാണ്. നമുക്കിപ്പോൾ ഒലേറിൻ്റെ ആപ്പ് ഉപയോഗിച്ചാൽ നമ്മളിവിടെ എത്തിയട്ടോ. കാരണം ഒലേറിൻ്റെ ആപ്പ് എന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ ഫുൾ ആക്റ്റീവാണ്. അപ്പോൾ ഏത് ഓപ്ഷൻ കാറുകളും നമുക്ക് കിട്ടും. ഇനി ആയാലും പ്രൈവറ്റ് പ്രൈവറ്റ് SUV ആയാലും പല കാറുകളും കിട്ടും. പിന്നെ നല്ലൊരു ഓപ്ഷനായിരുന്നു ഒലേറിൻ്റെ ആപ്പ് കൊണ്ട് നമുക്ക് ഒരുപാടുണ്ടായത്. നല്ലൊരു സർവീസുമാണ് ആ ഡ്രൈവറിൻ്റെതൊക്കെ.
അപ്പോൾ ആ ഡ്രൈവറിനോടൊക്കെ നമ്മൾ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മളിനി ഇവിടെ ഇപ്പോൾ ട്രാവൽസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് കേട്ടോ. ട്രാവൽസിൻ്റെ മുന്നിൽ അപ്പോൾ വണ്ടി ഇവിടെ കണ്ടമാനം ബസ്സുകളുണ്ട് കേട്ടോ. ഒരുപാട് ബസ്സുകളുണ്ട്, ഡബിൾ ഡക്കർ ബസ്സുകളുണ്ട്, സ്ലീപ്പർ ബസ്സുകളുണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ വണ്ടി നമ്മൾക്ക് ബുക്ക് ചെയ്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇനി ടിക്കറ്റ് നമ്മളിത് കൺഫേം ആയിട്ടില്ല. അപ്പോൾ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് കിട്ടിയ ശേഷം നമ്മളെ ടിക്കറ്റ് കൈ കിട്ടിയ ശേഷം നേരെ ബസ് കയറിയിട്ട് ബസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ കാണിക്കട്ടോ. ശരിയാവുന്നത് ബസ് വന്നു കേട്ടോ. അപ്പോൾ 11:30 വരുന്ന പറഞ്ഞത്. അപ്പോൾ നേരത്തെ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഓട്ടോ വിളിച്ചാണ്ട് പോവുകയാണ്. ബസ്സിലെത്തിയ ശേഷം കാണിക്കട്ടോ. ഓക്കെ, നമ്മൾ ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഇനി ഓട്ടോയിൽ കയറിയ ശേഷം ബസ്സിലവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് പോകേണ്ടത് നമ്മൾ പിക്കപ്പ് ചെയ്യാൻ ഒരു വാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പിക്കപ്പ് വാനായിരിക്കും നമ്മളെ ബസ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുക. ഇവിടുന്ന് ഏകദേശം 2.5 കിലോമീറ്റർ അകലെയാണ് നമ്മളെ ബസ്സുള്ളത്. അപ്പോൾ ബസ് ഏതാണെന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാവൽസിൻ്റെ ഒരു പിക്കപ്പ് വാൻ നമ്മൾ ഏൽപ്പിച്ചതാണ്. അപ്പോൾ ഇത് ചെറിയൊരു പിക്കപ്പ് വാൻ കേട്ടോ, പിക്കപ്പ് വാനാണ്. അപ്പോൾ ഈ പിക്കപ്പ് വാനിൽ നമ്മൾ നേരെ നമ്മൾ ബസ്സിൻ്റെ അടുത്ത് പോവാം. ബാക്കി ബസ്സിൻ്റെ അടുത്ത് ശേഷം കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളിങ്ങനെ മെജസ്റ്റിക്കിൽ നിന്ന് പൾസപ്പാളയം കഴിഞ്ഞതിന് ശേഷം പിക്കപ്പ് ബസ് ബസ് വരുന്ന സ്റ്റോപ്പിൽ നമ്മൾ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതുപോലത്തെ സ്ലീപ്പർ ബസ്സാണ് വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ക്ഷീണത്തിലാണ്. അപ്പോൾ ബസ് വന്നതിന് ശേഷം ബാക്കിയാൾ കാണിക്കാം. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം ടയർഡായിട്ടുണ്ട്. ഇനി ഒരുപാട് ഏറ്റെടുക്കുന്നില്ല. ബസ് വന്നിട്ട് ബാക്കിയാൾ കാണിക്കാം കേട്ടോ. അപ്പോൾ കാശ് ഇതാണ് നമ്മളെ കോയമ്പത്തൂർക്കുള്ള, ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർക്കുള്ള നമ്മളെ സെമി സ്ലീപ്പർ ബസ് കേട്ടോ. ഡബിൾ ഡക്കർ ഓറഞ്ച് എന്ന ട്രാവൽസിലൂടെ ബസ്സാണത്. അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കാശ് അങ്ങനെ ബാംഗ്ലൂരിൽ നമ്മൾ യാത്ര നമ്മൾ ഇവിടെ പറയുകയാണ്. വീണ്ടും ഒരു തവണ വരും. അപ്പോൾ ഇതാണ് നമ്മൾ ബസ്. ഇനി ബാക്കി ബസ് ഉൾവശം കയറിയ ശേഷം ബാക്കിയാണ് കാണിക്കുന്നത്. ഇതാണ് ഗൈസ് ബസ്സിൻ്റെ ഉൾവശം കേട്ടോ. പൊളിയിട്ട് ഗൈസ് ഡബിൾ ഡക്കറാണ്. വേറെ ലെവല് ഗൈസ്, വേറെ ലെവൽ. അത് നമ്മളെ സീറ്റ് നമ്പറൊക്കെ കണ്ടെത്തിയിട്ട് നമ്മളെ ക്യാബിനുള്ളിൽ കയറിയ ശേഷം ബാക്കി ആരും കാണിക്കാം കേട്ടോ. സോ സീറ്റ് നമ്പറൊക്കെ ഒന്ന് കണ്ടെത്തട്ടെ. ഓക്കെ, വേറെ ലെവല് ഗൈസ്. ലുക്ക് എന്താ അല്ലേ, വേറെ ലെവല്, വേറെ ലെവല്. പാതി എങ്ങനെയുണ്ട്, പൊളിയല്ലേ? അപ്പോൾ സീറ്റൊക്കെ ഒന്ന് കണ്ടെത്തട്ടെ, എന്നിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഗായ്സ് സീറ്റ് നമ്പറൊക്കെ കൺഫ്യൂഷനിലാണ്. ആകെ ചെക്ക് ചെയ്ത് നോക്കിയത്. നമ്മളിപ്പോൾ ഒരു സീറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ബാക്ക് ഭാഗമാണ് പൊളിയായിരുന്നു. അയ്യവ അടിപൊളിയായിട്ട് ഗൈസ്. സൂപ്പർ ബസ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ബസ്സിൽ ഞാൻ യാത്ര ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ നമ്മളെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വേറെ ലെവലായിട്ട് ഗൈസ്. സത്യം പറയാലോ. ഇനി അങ്ങനെ ഒരുപാട് യാത്ര കണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും. അപ്പോൾ സീറ്റൊക്കെ ഉറപ്പിച്ചൊരു ഭാഗത്ത് ഇരിക്കട്ടെ, എന്നിട്ട് ഭാഗ്യമാണ് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളിങ്ങനെ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ക്യാബിന്. അപ്പോൾ ഇവിടെ ബസ് ഇത് ആദ്യമായാണ് നമ്മളിങ്ങനെ ഡബിൾ ഡക്കർ ഒരു സ്ലീപ്പർ ബസ്സിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ റിവ്യൂ എന്നുള്ളത് കാണിക്കണമല്ലോ. ഇവിടെ AC ഉണ്ട്, അത് രണ്ട് പവർ ലൈറ്റ് ഉണ്ട്, പിന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് 360 വ്യൂ ആയിക്കൊണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു സൈഡ് മിറർ ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഇവിടെ ഒരു മിറർ ഉണ്ട്, അവിടെ ഒരു മിറർ ഉണ്ട്. TV ആണ് അത് കേട്ടോ, TV ആണ്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. കാരണം നമുക്കെന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂരിൽ നമ്മൾ 2ാം തവണയാണ് വരുന്നത്. ഇങ്ങനൊരു എക്സ്പീരിയൻസ്, അതായത് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊച്ചി ഇൻ്റർനാഷണലിലേക്ക് ബസ്സിൽ വന്നു. പിന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റിന് ബാംഗ്ലൂർക്ക് വന്നു. ബാംഗ്ലൂർ വന്ന് ചുറ്റിക്കറങ്ങി അങ്ങനെ ബസ്സിലൂടെ ഒരു യാത്ര. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് ട്രെയിൻ വഴിയാണ് പോകണമെന്ന് വിചാരിച്ചത്. അത് നമ്മളിപ്പോൾ ഇങ്ങനെ ബസ്സിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് ട്രെയിൻ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ബസ്സിലാക്കിയത്. പക്ഷേ ബസ്സിൽ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ബട്ട് നമ്മൾ ട്രെയിനിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നേരെ ഇവിടെ നിന്ന് നാട്ടിൽ ഇവിടെ ഇതിപ്പോൾ സമയം ഇപ്പോൾ 10:30 10:40 ബസ് പുറപ്പെടും. അപ്പോൾ 10:40 ബസ് പുറപ്പെട്ടിട്ട് 5-6 മണി ആ സമയത്താകുമ്പോൾ കോയമ്പത്തൂരെത്തും. കോയമ്പത്തൂരിൽ നമ്മൾ ലോക്കൽ ട്രെയിൻ പിടിക്കാനാണ് പ്ലാൻ. അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ലോക്കൽ ട്രെയിനിൻ്റെ അടുത്ത് നിന്ന് ബാക്കിയായി കാണിക്കാം കേട്ടോ. അപ്പോൾ കാര്യം അങ്ങനെ ബസ് പുറപ്പെട്ടു കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ബാംഗ്ലൂരിൽ നമ്മൾ സൈൻ ഓഫ് പറയുകയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ എന്ന് വെച്ചാൽ ബസ്സിൻ്റെ ഏറ്റവും ബാക്കിൽ
സ്ലീപ്പർ ഡെക്കറിൻ്റെ ഏറ്റവും മുകളിലത്തെ പൊസിഷനിലാട്ടോ. അപ്പോൾ നല്ല വ്യൂ പോയിന്റ്, നമുക്ക് ബാക്കും വണ്ടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് വണ്ടിൻ്റെ ഇത് തീർക്കാൻ വേണ്ടി ഇപ്പോൾ ആർക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ ബാക്ക് നോക്കി ഷൂട്ട് ചെയ്യുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓണാണ് മൊബൈലിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്ക് നോക്കി പറയാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ്. അവിടെ ഫാദിക്ക് മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ നല്ലൊരു രസമാട്ടോ ഗൈസ്. നമുക്ക് കടന്നു കാണാനൊക്കെ പോകാനുള്ളൊരു യാത്ര. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ, മൊബൈലൊക്കെ ചാർജിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ടി വി ഉണ്ട്. അങ്ങനെ 360 തന്നെ നമുക്ക് ഇവിടെയൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി വൈബാണ് ഗൈസ്. പിന്നെ ഇനി 5-6 സമയത്താകുമ്പോൾ കോയമ്പത്തൂർ എത്തുന്ന പറഞ്ഞ് അവിടെ നിന്ന് എത്തിയതിൻ്റെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ നിന്ന് കാണിക്കാം. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നുള്ള നമ്മൾ സൈൻ ഓഫ് പറയുകയാണ്. അപ്പോൾ നമ്മളിനി കോയമ്പത്തൂർ വെച്ച് കാണാം. ഓക്കെ, സ്റ്റേ ഓൺ ദ വീഡിയോ. ഗായ്സ്, നമ്മളങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കോയമ്പത്തൂർ ലക്ഷ്യമാക്കി ബസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇപ്പം തന്നെ ഓൾറെഡി വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി കൂടുതലായിട്ട് വീഡിയോ എടുത്ത് ഇതാക്കണില്ല. നമ്മളിനിയിപ്പോൾ കോയമ്പത്തൂരിന് ശേഷം ട്രെയിനിൽ കയറുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് വെച്ചു. പക്ഷേ ട്രെയിൻ ഇപ്പോഴും നമ്മളിത് സെറ്റ് ആയിട്ടില്ല. കാരണം ഒക്കെ റിസർവേഷനൊക്കെ ഫുള്ളാണ്. അതേപോലെ സീറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ട്രെയിൻ പിടിക്കണം വിചാരിച്ചായിരുന്നു. പക്ഷേ ട്രെയിൻ കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് കട്ടക്കാണ് ഇന്നിപ്പോൾ ഈ ബസ്സെങ്കിലും കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫൈനൽ സൈൻ ഓഫ് കൂടി പറയുകയാണ്. ബാംഗ്ലൂരിൽ നിന്നും ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി ബെല്ലൈക്കൺ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ചാൻസ് തരികയാണ്. ഇനി അങ്ങോട്ടുള്ള ഡെസ്റ്റിനേഷൻ, അതായത് അടുത്ത ട്രാവൽ വീഡിയോ നിങ്ങൾ പറയുന്ന ഡെസ്റ്റിനേഷനിലായിരിക്കും ഞാൻ വിസിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഏറ്റവും കൂടുതൽ ബെസ്റ്റ് പ്ലേസസ് ഏതാണോ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് പിന്നായിട്ട് അറിയിക്കുക. ആ ഡെസ്റ്റിനേഷൻ ഏതാ നമ്മൾ കണ്ടുപിടിച്ച് അവിടെ പോയി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും ഇറ്റ്സ് ബീൻ ആദിൽ, വി ആർ സൈനിങ് ഓഫ്. ഗായ്സ്, നമ്മളങ്ങനെ തമിഴ്നാട്ടിൽ തമിഴ് മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഗായ്സ്, തമിഴ് മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കോയമ്പത്തൂർ എത്തിയതിൻ്റെ ശേഷം നാട്ടിലേക്ക് ട്രെയിൻ പിടിക്കണമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ എല്ലാ ട്രെയിൻ റിസർവ്ഡ് ആയതിനാൽ നമുക്ക് ട്രെയിൻ ലഭിച്ചില്ല. പക്ഷേ നമുക്ക് ബാക്കപ്പായി നമ്മൾ ഏത് വാഹനത്തിലൂടെയാണോ നമ്മൾ യാത്ര ആരംഭിച്ചത് അതേ വാഹനത്തിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ അളിയൻ്റെ സ്കോർപ്പിയോ വഴിയെ തന്നെയാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. അളിയൻ്റെ ഫ്രണ്ടായ സഫോക്ക് നമ്മൾ കൊണ്ടുപോകാൻ വന്നിരുന്നു. അപ്പോൾ നമുക്ക് ട്രെയിൻ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ സഫോക്കോട് വരാൻ പറഞ്ഞത്. അങ്ങനെ മൂപ്പര ഇപ്പോൾ തന്നെ അളിയൻ്റെ സ്കോർപ്പിയോ തന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഒരു യാത്ര നല്ലൊരു എക്സ്പീരിയൻസായി. അതായത് നമുക്ക് പല ഒരു എൻജോയ്മെൻറ്റ്. പക്ഷേ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയ വാഹനത്തിൽ തന്നെയാണ് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ നല്ലൊരു കാഴ്ചയും അതേപോലെ നല്ല സന്തോഷം നിറഞ്ഞൊരു മൂമെൻറ്റ്സ് നമുക്ക് സാധിച്ചു. ഇനി ഇതേപോലെ നല്ലൊരു മൂമെൻറ്റ്സും നല്ലൊരു യാത്രാ അനുഭവങ്ങളും യാത്രാ എക്സ്പീരിയൻസുമായി നമ്മൾ വീണ്ടും വരും ഒരു പ്രതീക്ഷയിലൂടെ ഇറ്റ്സ് ബീൻ ആദിൽ, വി ആർ സൈനിങ് ഓഫ്.